ഓക്കെ, അപ്പോ നമുക്ക് എടുക്കാനുള്ളത് ഇനി ദൂസരി ലക്ഷ്മിബായിയുടെ വർക്കുകളാണല്ലേ പറഞ്ഞു തരേണ്ടത്. ദൂസരി ലക്ഷ്മിബായി നന്നായിട്ട് വായിക്കണം എല്ലാവരും. കുറച്ച് ടഫ് വേർഡ്സുകളൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചാൽ മാത്രമേ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവൂ. അതില് കിട്ടാത്ത വേർഡ് മീനിങ് ഒന്നും ഇല്ല അല്ലെ? എല്ലാം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഝാൻസി കി റാണി, ക്യൂൻ ഓഫ് ഝാൻസി. വീർ നാരി, എ ബ്രേവ് വുമൺ. നാരി വാഹിനി, വുമൺ ഫോഴ്സ്. ടോപ്പ് ഗൺ, നിപുൺ എക്സ്പേർട്ട്. പ്രശിക്ഷൺ ട്രെയിനിങ്. സേന ഫോഴ്സ്. പ്രസ്താവ് പ്രപ്പോസൽ. കൈദ് ഇംപ്രിസൺമെന്റ്. വീരാംഗന വുമൺ വാരിയർ. ആക്രമൺ അറ്റാക്ക്. അസ്ത്രശസ്ത്ര വീപ്പൺസ്. തോപ്ജി ഗണ്ണർ. സുരക്ഷിത് സ്ഥാൻ സേഫ് പ്ലേസ്. കില ഫോർട്ട്. രസത് മീൽ. ധരാശായി നോക്ക് ഡൗൺ. ഇത്രയും വേർഡ് മീനിങ്ങുകളാണ് അതിലുള്ള ശബ്ദാർത്ഥ. ഇത്രയും മീനിങ്ങുകൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത പ്രശ്നों के उत्तर दीजिए. ആൻസർ ദി ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ്. നോട്ടിലേക്ക് എഴുതുമ്പോൾ ഹിന്ദിയിൽ തന്നെ ഹെഡിങ് എഴുതണേ. എക്സാം നിങ്ങൾക്ക് ഹിന്ദിയിലാണ് ഹെഡിങ്. എപ്പോഴും ഇംഗ്ലീഷിൽ മാത്രം എഴുതുന്ന ഒരു അവസ്ഥ വരുന്നത്. ഹിന്ദിയിൽ തന്നെ ഹെഡിങ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജലധാരി കാ ജന്മ കബ് ഔർ കഹാം ഹുവാ ഥാ എന്നാണ്. എന്താണ് ക്വസ്റ്റ്യന്റെ മീനിങ്? മിസ് അന്നേ പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് അതിന്റെ മീനിങ് ആദ്യം മനസ്സിലാക്കണം. ജലകാരിയുടെ ബർത്ത്ഡേ എപ്പോഴാണല്ലേ? ആ, ജലകാരി ജനിച്ചത് എപ്പോഴാണ്, എവിടെയാണ്? ജലകാരി ജനിച്ചത് എപ്പോഴാണ്, എവിടെയാണ്? എവിടെയാണ്, എപ്പോഴാണ് അറിയോ? 1830 നവംബർ 22. പിന്നോ എവിടെ സ്ഥലം? ഝാൻസിയുടെ അടുത്തുള്ള ഭോജല പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു ജനിച്ചത് അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ പറയേണ്ടത്? 22 नवंबर 1830 में झांसी के निकट भोजला नामक गांव में था. 22 नवंबर 1830 में झांसी के निकट, झांസിക്ക് അടുത്തുള്ള ഭോജല നാമക് ഗാവ് മേ ഹുവാ ഥാ. ഭോജല പറഞ്ഞ ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? ജലധാരി. പാരഗ്രാഫിലെ ആദ്യ സെന്റൻസ് മുഴുവനാണ്. ആദ്യത്തെ സെന്റൻസ് മുഴുവനോ? എന്താണ് ഹെവൻ പറഞ്ഞത്? ഇതിന്റെ ആൻസർ ഇന്ന് തരത്തില്ലേന്ന്. ഇന്ന് തരുത്തും. പക്ഷെ ഇന്ന് 4 മണിക്ക് നിങ്ങൾക്ക് ഹമാരി പൃഥ്വി എന്നുള്ള ലെസൺ എക്സാം ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വെറുതെ സമയം കളയരുത്. 4 മണിക്കുള്ള എക്സാമിന് റെഡി ആയിട്ടിരിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് ഞാൻ ഇതിന്റെ വർക്കുകൾ തരും. നിങ്ങളത് അന്നേരം ആ സമയത്ത് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ തന്നെ എനിക്ക് അയച്ചു തരണം. നിങ്ങൾ എഴുതുന്നവരുടെ നോട്ട് കൃത്യമായിട്ട് മിസ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് അയക്കുന്നുണ്ട്, എത്ര പേര് അയക്കാതിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, പൃഥ്വിയില് 2 ചോദ്യം ഇല്ലായിരുന്നു, ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതാനുള്ള. ഏതാ മോനെ? കഴിഞ്ഞ ക്ലാസ്സിലാ? 2 ചോദ്യം ഇല്ലായിരുന്നു. ഇതിന് മുന്നേ ഉള്ള ലെസണില എന്താണ്? ഹമാരി പൃഥ്വി മേ ഹമേ ക്യാ ലാഭ് ഹേതാ? ലാഭം ഉള്ളതും പിന്നെ ദത്തിമാത വിളിക്കുന്നത് എന്താന്ന് അതൊക്കെ വരുമോ? അതിന് ഏതെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കണം. ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ അത് വേണ്ട, അത് നിങ്ങൾ ഇപ്പൊ ഒഴിവാക്കിക്കോളാം. അടുത്ത എക്സാമിന് നിങ്ങൾ റെഡിയാണ്. പിന്നെ പഠിക്കണേ, ഇപ്പൊ പഠിക്കണ്ട. ഇപ്പൊ നിങ്ങൾ വേർഡ് മീനിങ്ങും മറ്റുള്ള ക്വസ്റ്റ്യൻ ആൻസറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതൊക്കെ പഠിച്ചാൽ മതി. അത് നമുക്ക് പിന്നെ കേട്ടോ. ഓക്കെ, എന്താണ്? ആരാണ് പറഞ്ഞത്? എന്താണ് സംശയം? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വഹ് നാരിവാഹിനി മേ കൈസെ ആയി? അവൾ എങ്ങനെയാണ് നാരിവാഹിനി എന്നുള്ള സേനയിൽ എങ്ങനെ എത്തിച്ചേർന്നത്? എന്തുകൊണ്ടായിരിക്കും അവളെ ചേർക്കാൻ കാരണം? ജലകാരിയെ അറിയോ? നാരിവാഹിനിയിലെ
അസ്ത്രശസ്ത്ര വിദ്യകളില് നൈപുണ്യം നേടിയ വിദഗ്ധയായ പെൺകുട്ടികൾക്കുള്ള പരിശീലനം ലഭിച്ച കുട്ടികൾക്കാണ് പ്രവേശനം ലഭിച്ചത് അല്ലെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അപ്പൊ ജലകാരിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള കാരണം? നിങ്ങൾക്ക് ഇപ്പൊ ട്രൂ ലൈറ്റില് അഡ്മിഷൻ കിട്ടാൻ ഒരു കാരണം ഉണ്ടാവില്ലേ? എന്താ കാരണം? നിങ്ങൾ മണ്ടന്മാരായോണ്ടാ? പിന്നെന്താണ്? ഒരു കഴിവുണ്ടല്ലോ, നിങ്ങൾക്ക് പഠിക്കാനൊരു കഴിവുണ്ടല്ലേ? നമുക്കിപ്പോ എവിടെ പോയാലും വേഗം അഡ്മിഷൻ കിട്ടണമെന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ്, ജലകാരിക്ക് എന്തുകൊണ്ടാണ് നാരിവാഹിനിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള കാരണം? അതായത് ജലകാരിക്ക് എന്തറിയാം? അസ്ത്രശസ്ത്ര വിദ്യ നന്നായിട്ട് അറിയാം അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ എന്ത് എഴുതണം? അത് നമ്മള് സെന്റൻസ് ആക്കി എഴുതേണ്ടതാണ്. എന്താണ് ആൻസർ? വാഹ് അസ്ത്രശസ്ത്ര ചലാനേമേ നിപുണ യുവതി ഥി. അതായത് അവള് അസ്ത്രശസ്ത്ര വിദ്യയിലെ വൈദഗ്ധ്യം നിറഞ്ഞ യുവതിയാണ്. അതുകൊണ്ടാണ് അവള് എവിടെ ചേർന്നത്? ജലകാരി ഈ നാരിവാഹിനി സേനയിലെ ചേർന്നത്. അങ്ങനെയാണ് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ മീനിങ് മനസ്സിലായോ മക്കളെ? ക്വസ്റ്റ്യൻ മീനിങ് ഒന്ന് പറഞ്ഞുതരോ? ഒന്നുകൂടി പറയാം. വഹ് മീൻസ് ഇവിടെ ജലകാരി, അവൾ. നാരിവാഹിനി മേ കൈസയായി, എങ്ങനെയാണ് നാരിവാഹിനി സേനയില്, ആ നാരിവാഹിനി സേനയുണ്ടല്ലോ, അവരുടെ ടീം ഉണ്ടല്ലോ, അവിടെ എങ്ങനെയാണ് എത്തിച്ചേർന്നത്, എങ്ങനെയാണ് അവർക്ക് പ്രവേശനം ലഭിച്ചത് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ എന്ത് എഴുതും? വഹ് അസ്ത്രശസ്ത്ര ചലാനേമേ നിപുണ യുവതി. അവൾക്ക് എന്തറിയാം? അസ്ത്രശസ്ത്ര വിദ്യകള് അതില് നൈപുണ്യം നേടിയവള്, അല്ലെങ്കിൽ അതില് വിദഗ്ധയാണ് ആര്? ജലകാരി. ക്ലിയർ ആയോ? ഹരി എന്താ ചിന്തിക്കുന്നു മോനെ? ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ജലകാരി മഹാറാണിക്ക് വേഷ ബനാക്കർ ക്യോം നികലി. ജലകാരി വേഷം മാറിയിട്ട്, മഹാറാണിയുടെ വേഷം മാറി, മഹാറാണിയുടെ വേഷത്തില് എന്തിനാണ് പുറപ്പെട്ടത്? എന്താണ് അതിന് ആവശ്യം? എന്തിനാണ് മഹാറാണിയുടെ വേഷം ധരിച്ച് മാറിയത്? ഓർമ്മയുണ്ടോ? എന്തിനാണ് അന്ന് ജലകാരി മഹാറാണിയുടെ വേഷം മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷിന്റെ സൈന്യങ്ങള് ഝാൻസി റാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരുടെ കോട്ട വളയുന്ന സമയത്ത് ജലകാരിക്ക് തോന്നിയ ഒരു ഉപായമാണ് എന്ത്? ഝാൻസി റാണിയുടെ വേഷത്തില് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് എന്താവും? ഈ ജലകാരിയുടെ പിറകെ ബ്രിട്ടീഷ് സൈന്യം ദൂരെ എവിടേക്കെങ്കിലും പോകും അല്ലെ? പിന്നെ അവിടുന്ന് യുദ്ധം ചെയ്ത് ജയിക്കാം എന്ന് കരുതിയിട്ടാണ്, അതായത് ഝാൻസി റാണിയെ രക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ് ആര് വേഷം മാറിപ്പോയത്? ജലകാരി. ജലകാരി മഹാറാണിയായ ഝാൻസി റാണിയുടെ വേഷത്തിൽ പോകാനുള്ള കാരണം അതായിരുന്നു. അർജുൻ റെഡി അല്ലേ മോനെ? അർജുൻ ഒരു സ്ഥലത്തിരുന്നേ ഒന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് അതിന്റെ ആൻസർ? അംഗ്രേസോं की सेना उसके पीछे जाकर लड़ने के लिए. എന്താണ്? അതായത് ബ്രിട്ടീഷ് സൈന്യം അവരുടെ പിറകെ പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി, എവിടെന്നെങ്കിലും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഝാൻസി റാണി രക്ഷിക്കാൻ വേണ്ടിയിട്ടു അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുക? അംഗ്രേസോं की सेना उसके पीछे जाकर लड़ने के लिए. അവരുടെ പിറകെ പോയിട്ട്, സൈന്യം പിറകെ പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വേഷം മാറിയത്? ജലകാരി മഹാറാണിയുടെ വേഷത്തിൽ വന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജലകാരി കൈസേ ഷഹീദ് ഹുയി. എങ്ങനെയാണ് ജലകാരി രക്തസാക്ഷിയാവുന്നത്, വീരമൃത്യു വരിക്കുന്നത് എങ്ങനെയാണ്? അംഗ്രേസി തോപ്ക ഗോലേസെ. അവരുടെ വെടിയുണ്ട കൊണ്ടാണ് ആര് മരിക്കുന്നത്, വീരമൃത്യു വഹിക്കുന്നത്? ജലകാരി. കേട്ടല്ലോ? അത് മിസ് പിന്നെ നോട്ടില് പിന്നെ അയച്ചുതരാട്ടോ. അപ്പൊ 4 ക്വസ്റ്റ്യന്റെ ആൻസർ മിസ് പറഞ്ഞു. നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അർജുൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയാണോ മോനെ? യെസ്.
അർജുൻ ഓരോ ക്ലാസ്സിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് മിസ് കൃത്യമായി ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോ ഉണ്ടാവും ബെഡിൽ തന്നെ കിടന്നുകൊണ്ടെല്ലാം ക്ലാസ് കാണുന്നതാണ് അല്ലേ അർജുൻ? പിന്നെന്താണ്? ഇല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ കാണാം. എന്താണ് നിന്നെ അങ്ങനെയൊക്കെ? ക്ലാസ് ടൈമിൽ കൃത്യമായിട്ട് ആ ഒരു 3/4 മണിക്കൂർ ക്ലാസ്സിൽ തന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്കൂളിൽ ഇരിക്കുന്നത് അതേ ശ്രദ്ധയിലിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് LKG UKG മക്കളെ മാതിരി കയ്യിൽ കളിപ്പാടൊക്കെ തന്നിട്ടാണോ ക്ലാസ് ഇരുത്തല്? നിങ്ങൾ കുറച്ച് മുതിർന്ന മക്കളല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് സ്കൂളിൽ ഇരിക്കുന്നത് അതേപോലെ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ ഓൺലൈൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഇരിക്കുക. കേട്ടല്ലോ? അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹാം യാ നാ മേം ഉത്തർ ദീജിയെ. ഹാം യാ നാ മേം എന്താണ് അതിനർത്ഥം? ശരിയാണെങ്കിൽ ഹാം, തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിൽ നഹീം. നഹീം എന്നായാൽ മതി, നഹീം അല്ലെങ്കിൽ നാ അങ്ങനെ എഴുതണം. അപ്പൊ മിസ് പറയാണ്, ഓരോ സെന്റൻസ് പറയാം, നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മിസ്സിനോട് പറയണേ. ജലകാരി ഏക്ക് വീരാംഗന ഥി. ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? ശരിയാണ്, ഹാം. അപ്പൊ എന്താണ് അവിടെ? ഹാം. ഇപ്പൊ എഴുതണ്ട കേട്ടോ, ഹാം. സെക്കൻഡ്, ഉസേ പക്കടനെ വാലെ ഹ്യൂറോസ് ദ. അവളെ പിടിച്ചിരുന്നത് ഹ്യൂറോസ് ചക്രവർത്തി ആയിരുന്നു. ഹ്യൂറോസ് രാജാവായിരുന്നു അവളെ പിടിച്ചിരുന്നത്. യെസ്. അതും എന്താണ്? ഹാം. തേർഡ്, ഗോലി അംഗ്രേസ് സൈനികോ നെഹി ലഗി. സെന്റൻസ് ഗോലി അംഗ്രേസ് സൈനികോ നെഹി ലഗി. ശരിയാണോ തെറ്റാണോ? ടെക്സ്റ്റ് വായിച്ചവർക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. സെന്റൻസ് ഉണ്ടായിരുന്നോ ടെക്സ്റ്റില്, ലെസണില്? ഗോലി അംഗ്രേസ് സൈനികോ നെഹി ലഗി. നെഹീം. അവിടെ എന്താണ് ആൻസർ? നെഹീം. തെറ്റാണ്. നെക്സ്റ്റ്, തോപ്പ് കാ ഗോല ജലകാരി കോ ലഗ. ആഹാ, ശരിയാണ് അല്ലെ? ഹാം. അപ്പൊ അതിൽ നെഹീം വരുന്നത് മൂന്നാമത്തെ മാത്രമാണ്, ബാക്കിയെല്ലാം ഹാം എന്നാണ് വരുന്നത്. ഹാം എന്ന് പറഞ്ഞാൽ ട്രൂ. ട്രൂ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് ഇംഗ്ലീഷിൽ അവിടെ ട്രൂ എന്ന് എഴുതി വെക്കല്ലേ. നിങ്ങൾ എന്ത് പറയുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ചിലവര് ചില ലെസണില് തെറ്റ് തിരുത്താൻ നമുക്കുണ്ട്, അക്ഷരങ്ങള് ഇല്ലേ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തിരുത്താനുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കുന്നു. അങ്ങനെ ചെയ്യരുത്. ടെക്സ്റ്റ് വായിക്കണം, എന്നിട്ടേ നിങ്ങളെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മിസ് അയച്ചു തന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എഴുതണം. നെക്സ്റ്റ്, റിക്തസ്ഥാൻ കി പൂർത്തി കീജിയെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ സേനക്കോ ഡേഷ് കഹാ ജാതാ ഥാ. അവിടെ സേനയ്ക്ക് എന്താണ് പേര്? ഈ സേനക്കോ ഡേഷ് കഹാ ജാതാ ഥാ. നാരിവാഹിനി. എന്താണ്? നാരിവാഹിനി. അർജുൻ ഒരു മാസമായിട്ട് ഉറങ്ങാത്തല്ലേ? പഠിപ്പ് കൊണ്ടല്ലേ? ഉറക്കൊഴിഞ്ഞ് പഠിക്കാണോ? പിന്നെ എന്താ ഇങ്ങനെ കോട്ടുവായിരുന്നു രാവിലെ തന്നെ? ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുക. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ജുവാൻ എന്താ ലേറ്റ് ആയത് മോളെ? ഹലീമ വീഡിയോ ഓൺ ചെയ്. ജുവാന നോക്കേ. ഈ സേനക്കോ നാരിവാഹിനി കഹാ ജാതാ ഥാ. അപ്പൊ അവിടെ എന്താണ് ആൻസർ? നാരിവാഹിനി. സെക്കൻഡ്, ജലകാരി കാ ജന്മ ഡേഷ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചു അതിനെ കുറിച്ച് അല്ലെ? എന്താണ് ജലകാരിയുടെ ജനനം എവിടെയാണ്, എപ്പോഴാണ്? 22 നവംബർ 1830 में झांसी के निकट डैश. झांसीക്ക് അടുത്തുള്ള ഭോജല എന്ന് പറയുന്ന ഗ്രാമത്തിൽ. അപ്പൊ ഭോജല എന്ന് എഴുതണം. ഭോജല നാമക് ഗാവ് മേ ഹുവാ ഥാ. ജലകാരി കാ ജന്മ 22 नवंबर 1830 में झांसी के निकट डैश. डैश എന്നുള്ളത് എവിടേക്ക് എന്താണ്? ഭോജല. ഭോജല നാമക് ഗാവ് മേ ഹുവാ ഥാ. थर्ड, मंत्रिपरिषद की बैठक में इस देश को सबने स्वीकार कर लिया. അപ്പൊ ജലകാരി ഇങ്ങനെ ഞാൻ വേഷം മാറി ഝാൻസിയുടെ മഹാറാണിയുടെ വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങാം
എന്നൊക്കെ പറഞ്ഞപ്പോഴേ മന്ത്രി സഭയിലെ എല്ലാവരും ആ അംഗങ്ങൾ എല്ലാവരും അതിനോട് യോജിച്ചു എന്നാണ് അല്ലെ, ആ തീരുമാനത്തോട് യോജിച്ചു. അപ്പൊ പ്രസ്താവ് എന്നാണ് അവിടെ വേർഡ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. യെസ്, വെരി ഗുഡ്. പ്രസ്താവ്. പ്രസ്താവ് കോ സബ്നെ സ്വീകാർ കർ ദിയ. പ്രസ്താവ്. അർജുൻ ടെക്സ്റ്റിൽ കാണുന്നുണ്ടോ മോനെ? ടെക്സ്റ്റിൽ കാണുന്നുണ്ടോ? फोर्थ क्वेश्चन, जनरल सेना लेकर फिर देश के किले की ओर भागा. जनरल സേന ലേക്കർ. ജനറൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ സൈന്യവുമായിട്ട് ഇത് ആരാണെന്ന് മനസ്സിലായ ശേഷം, ജലകാരിയാണെന്ന് മനസ്സിലായതിനു ശേഷം, ഹരി പെൻസിൽ ഇട്ട് കളിക്കുക. ജലകാരിയാണെന്ന് മനസ്സിലായതിനു ശേഷം ഏതിന്റെ നേരെയാണ് പോയത്? ഝാൻസി കെ കിലേക്ക് ഓർ ഭാഗ. ഝാൻസിയുടെ ആ കോട്ടയ്ക്ക് നേരെയാണ് അവർ പിന്നീട് തിരിച്ചു പോയത് അല്ലെ. ഝാൻസി കെ കിലേക്ക് ഓർ ഭാഗ. അപ്പൊ അവിടെ ഝാൻസി എന്താണ്? പേജ് നമ്പർ 43. അപ്പൊ ഇത്രയും നേരം എന്ത് ചെയ്യായിരുന്നു? ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? ഇപ്പോഴാണ് ബോധം വന്നത്. ഇത്ര നേരം ഉറങ്ങുകയായിരിക്കും. പേജ് നമ്പർ 43. നിങ്ങൾ എന്നാ ആദ്യം ചോദിക്കണ്ടേ? നിങ്ങള് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അല്ലെ. ക്ലാസ്സിൽ ഇരിക്കുമ്പോ കൃത്യമായി ശ്രദ്ധിക്കണേ. നെക്സ്റ്റ്, दिए गए शब्दों का वाक्यों में प्रयोग कीजिए. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങൾ എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? വാക്യോമേ പ്രയോഗ കീജിയെ, അതിനെ കൊണ്ടൊരു സെന്റൻസ് ഉണ്ടാക്കുക അല്ലെ. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതിലെ വാക്കുകൾ നിങ്ങൾ തന്നെ സ്വയം അത് കണ്ടുപിടിക്കണം. ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ ആ വാക്കുകൾ എവിടെ ഉണ്ടെന്നും അതിന്റെ സെന്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ആൻസർ നിങ്ങളെ കണ്ടുപിടിച്ചിട്ട് എഴുതുക. കേട്ടല്ലോ? അപ്പൊ കണ്ടുപിടിച്ച് എഴുതിട്ട് മിസ്സിന് അയച്ചു തരണം. ഇനി കണ്ടുപിടിക്കാനും കഴിയില്ല, മിസ്സിന് അയച്ചു തരാനും കഴിയില്ല എന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കണ്ട. കൃത്യമായി എല്ലാവരും, ഞാൻ മിസ് പറഞ്ഞു, എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, കൃത്യമായി നോട്ട് അയക്കുന്നവരുടെ ലിസ്റ്റ് മിസ്സിന്റെ കയ്യിലുണ്ട്. ഇല്ലാത്തവരുടെ കാര്യം പിന്നെ മിസ് പറയണ്ടല്ലോ. വെറുതെ അങ്ങനെ പാസ്സായിട്ട് അടുത്ത ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പോയി ഇരിക്കാമെന്നൊന്നും ഒരാളും കരുതണ്ട. കൃത്യമായ നോട്ടും വർക്കുകളും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയും ചെയ്താൽ മാത്രമേ 7ാം ക്ലാസ്സിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും, എങ്ങനെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഞങ്ങൾ 7ാം ക്ലാസ്സിൽ എത്തുന്നുള്ളൊരു ധാരണയുണ്ട്. അത് വേണ്ട. 7ാം ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ മിസ് എല്ലാ നോട്ടും ചെക്ക് ചെയ്യും. നോട്ടിൽ ഏതെങ്കിലും ലെസൺ വിട്ടുപോയെങ്കിൽ നിങ്ങളെ 6ാം ക്ലാസ്സിന് 1 വർഷം കൂടി എത്തും. അപ്പൊ നോക്കുക, അപ്പൊ ഏതൊക്കെ വാക്കുകളുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചെഴുതണം. വീരാംഗന, തോപ്ചി, കില, ഹ്യൂറോസ്, ദൂസരി ലക്ഷ്മിബായ്, ആക്രമൺ, ധരാശായി. ഇത് വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയതിനു ശേഷം നോട്ടിലേക്ക് തന്നെ എടുത്ത് എഴുതിക്കോളൂ. എന്നാലും നിങ്ങൾ കണ്ടുപിടിച്ചത്, നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും എഴുതി ഒപ്പിക്കണ്ട. നോട്ടിലേക്ക് ഓരോ വാക്കും എഴുതുക. ഏത് സെന്റൻസ് ആണോ ഏത് വാക്കാണോ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഏത് വാക്കാണോ അതിന്റെ അടിയിൽ ഒരു അടിവര ഇടുക. അതാണ് വാക്യത്തിൽ പ്രയോഗിച്ചെന്ന് മനസ്സിലാവും. ആരാമല്ലേ? ക്ലാസ്സിലാണോ? സ്റ്റക്കായി. ओके, नेक्स्ट 5th क्वेश्चन, पढ़िए, समझिए और लिखिए. रीड, अंडरस्टैंड and write. Sir, clear ഇല്ല. Clear? മിസ് പറഞ്ഞത് കേൾക്കുന്നില്ല? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്തോ നെറ്റിന്റെ പ്രോബ്ലം ആണ്. ഓക്കെ. ബഹാദൂർ, ബഹാദുരി. കണ്ടോ നിങ്ങള്? ബഹാദൂർ എന്നുള്ളത് എന്താക്കി? ബഹാദുരി. അപ്പൊ അതുപോലെ ബാക്കിയുള്ള വാക്കുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഈച്ചിനെ ഉപയോഗിച്ചാണ് നിർമ്മിക്കണ്ടേ?
ബഹാദുർ ബഹാദുരി എന്ന് വന്നു. അതുപോലെ പ്രസിദ്ധ്, പഹാഡ്, ധൻ, ബൽ, കീമത്ത്, കീമത്ത് കീമത്തി, ബൽ ബലി, ധൻ ധനി, അങ്ങനെ വരും. കേട്ടല്ലോ? ബഹാദുർ ബഹാദുരി എന്ന് വരുന്നത് പോലെ ബാക്കിയുള്ളതും അതുപോലെ എഴുതുക. അർജുൻ ഇനി മുതൽ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല കേട്ടോ. കൃത്യമായിട്ട് ഒന്ന് എന്താ പറയുക, രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും. ക്ലാസ്സിൽ കയറിയ സമയം മുതലേ ഇങ്ങനെ ഉറക്കം തോന്നുക. നെക്സ്റ്റ് പേജ് നമ്പർ 44. ശബ്ദോं को उनके अर्थ से मिलाइए. ശബ്ദങ്ങളെ അതിന്റെ അർത്ഥവുമായിട്ട് യോജിപ്പിക്കുക. അത് നിങ്ങൾ വരച്ച് യോജിപ്പിക്കൽ നടക്കില്ല എന്ന് തോന്നുന്നു, കാരണം കുറച്ചധികം ഉണ്ട്, 8 എണ്ണം ഉണ്ട് അവിടെ. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ നമ്പർ മാർക്ക് ചെയ്യാം. നിപുണ, നിപുണ എന്നുള്ളതിന് ഏതാണ് വേർഡ്? അതിന് യോജിച്ച വേർഡ് കുശൽ അല്ലേ? ജസ്റ്റിസ് എന്താ പറഞ്ഞവനെ? നിപുണ കുശൽ, കുശൽ എന്നുള്ളതിന് നമ്പർ 1. ഭാഗലേന, നിപുണ എന്ന് പറഞ്ഞാൽ അറിവ് അല്ലെങ്കിൽ അതാണ് കേട്ടോ. ഭാഗലേന പങ്കെടുക്കുക, ഒരു ഭാഗമാകുക, അതാണ് അർത്ഥം. അതിന്റെ ശരിയായ ഹിന്ദി വേർഡ് ഏതാണ്? ഹിസ്സാലേന, പങ്കെടുക്കുക, ഹിസ്സാലേന. ജോയൽ, എന്തിനാ വീഡിയോ ഇടക്കിടക്ക് വേറെന്തൊക്കെ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ മാറ്റുന്നത്? വീഡിയോ ഓൺ ചെയ്ത് കൃത്യമായി നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ തന്നെ കാണേണ്ടത് എനിക്ക്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മിസ് ഒന്നും കൂടി പറയാവോ? നിപുണ കുശൽ, കുശൽ എന്നുള്ളതിന് നമ്പർ 1 ഒന്ന് 1 അവിടെ നമ്പർ ഇട്ട വെച്ചാൽ മതി. നിങ്ങൾ ഇപ്പം മാച്ച് ചെയ്യണ്ട. ഭാഗലേന ഹിസ്സാലേന, ഭാഗലേന പറഞ്ഞാൽ പങ്കെടുക്കുക എന്നതിന്റെ അർത്ഥമാണ്. നിപുണ പറഞ്ഞാൽ അറിവ്, കുശലം, കുശൽ. 3 ആക്രമൺ, ആക്രമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്രമിക്കുക, എതിരിടുക. അത് ഏതാണ്? ഹിസ്സാലേന തൊട്ട് മുകളിലുള്ള ഹംല, ഹംല, ഹംല കർണ പറഞ്ഞാൽ എതിരിടുക എന്റെ അർത്ഥമാണ്. ആക്രമൺ, ആക്രമിക്കുക. ബഹാദൂർ എന്ന് പറഞ്ഞാല് വീരന്മാർ. എന്താണ് മോനെ ജസ്റ്റിസ്? ഹംലയാണോ? ഏത്? ആക്രമൺ, ആക്രമൺ ഹംല, ഹംല, ഹംല കർണ പറഞ്ഞാൽ എതിരിടുക. എതിരിടുക എന്ന് പറഞ്ഞാല് യുദ്ധം ചെയ്യുക, ആക്രമിക്കുക എന്ന അർത്ഥം. 4ാമത്തത് ബഹാദൂർ, ബഹാദൂർ എന്ന് പറഞ്ഞാല് വീർ, വീരന്മാര്. ബഹാദൂർ, വീർ, വീർ എന്നുള്ളതിന് ഫസ്റ്റ് വേർഡിന് 4 നമ്പർ ഇടുക. രസദ്, രസദ് അന്നഭണ്ഡാർ. മോനെ ഇപ്പൊ നീ ഇത് വരച്ചു വെക്കണ്ട കേട്ടോ, ലൈൻ വരച്ചു വെക്കണ്ട. രസദ് അന്നഭണ്ഡാർ എന്നുള്ളതിന് 5, 5. പഹനാവ, പഹനാവ വേഷഭൂഷ, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങള്. പഹനാവ വേഷഭൂഷ 6. മുഷ്കിൽ എന്തൊട്ട് താഴെ കഠിൻ. ആദേശ് ആജ്ഞ, ഹുക്കും. ഷാനിഫിന്റെ കയ്യിൽ എന്താണ്? ഹുക്കും, ആദേശ്, ഹുക്കും. അത്രയുമാണ് എഴുതാനത്. നെക്സ്റ്റ് അപ്പൊ മിസ് ഒന്നുകൂടി പറയാണ്, പിന്നെ എന്താണ് നെക്സ്റ്റ് 4 മണിക്കുള്ള ക്ലാസ്സിന് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഹമാരി പൃഥ്വി എന്നുള്ള ലെസൺ എക്സാം ആണ്. എക്സാം ഉള്ള സമയത്ത് നെറ്റ് കിട്ടുന്നില്ല എന്നുള്ള പറയുന്ന കാര്യം ശരിയല്ല. എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ചെയ്യാത്തവർക്ക് ഞാൻ നല്ലൊരു പണിഷ്മെന്റ് ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പൊ കൃത്യമായി എല്ലാവരും ക്ലാസ്സിൽ കയറുക. ഹമാരി പൃഥ്വി എന്നുള്ള ലെസൺ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഇരുന്ന് പഠിക്കുക. 4 മണിക്കുള്ള എക്സാം റെഡി ആയിട്ട് വരിക ക്ലാസ്സിൽ. ചിലപ്പോ ഇന്നെ ഏച്ചക്ക് ട്യൂഷന് പോണ്ടി വരും. ഹരിയുടെ അപ്പൊ എന്തെങ്കിലും ചെയ്യണല്ലോ, എന്തെങ്കിലും രക്ഷയില്ല, എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തോ. അമ്മയെ വിളിച്ചു ചോദിച്ചിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റും എങ്ങനെയും നോക്കിയിട്ട്. നെക്സ്റ്റ് നിമ്നലിഖിത ശബ്ദോं की वर्तनी शुद्ध कीजिए. സ്പെല്ലിംഗ് ഇതാണ് നേരത്തെ മിസ് പറഞ്ഞത്. എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ശരിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ മിസ്റ്റേക്ക് ആക്കി വെക്കുന്നതാണ്.
സ്പെല്ലിങ്ങുകള് ടെക്സ്റ്റ് നോക്കിയിട്ട് തിരുത്തി എഴുതേണ്ട. അതിന് മിസ് എഴുതിയിട്ട് അയച്ചിരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും സ്പെല്ലിങ്ങുകൾ കൂടുതൽ തെറ്റി വരുത്തുന്നത്. അങ്ങനെ ഉണ്ടാവരുത്. ഫസ്റ്റ് വേർഡ് പറഞ്ഞുതരുമോ? എന്താണ് ഫോളോയിങ്ങിൽ അവസാനത്തെ രണ്ടെണ്ണം. മുഷ്കിൽ ആദേശോ? മുഷ്കിൽ കഠിനില്ല. നാലാമത്തെ വേർഡ് വിഷമം എന്നില്ല അർത്ഥം. കഠിനം, ബുദ്ധിമുട്ട്. ലാസ്റ്റത്തെ ആദേശ്. ആദേശ് എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കല്, ഹുക്കും. ഓക്കെ. ഇനി എന്താണ് ബ്ലാങ്ക്സിലെ ആ നാലാമത്തത്? പിന്നെ അതിന്റെ എന്താന്ന്? നാലാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ? ആ നാലാമത്തെ ഝാൻസി എന്നുള്ള വേർഡ്. ജനറൽ സേനാലേക്ക് ഫിർ ഝാൻസി കെ കിലേ. എന്താ ആ സമയത്ത് ചോദിക്കാതിരുന്നേ? ചോദിക്കുമ്പോ ഇടക്ക് കയറി ചോദിക്കുന്നു അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ. കറക്റ്റ് ദി സ്പെല്ലിംഗ് ഓഫ് ഫോളോവിംഗ് വേർഡ്സ്. ഫസ്റ്റ് വേർഡ് സൈനിക് എന്നാണ്. സെക്കൻഡ് വേർഡ് നാരി. തേർഡ് പ്രസിദ്ധ്. ഫോർത്ത് നിശാന. നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, നിങ്ങൾ ഇപ്പൊ എഴുതി വെക്കേ വേണ്ട. ടെക്സ്റ്റ് നോക്കി ഒന്നുകിൽ കണ്ടുപിടിച്ച് എഴുതുക, ഇല്ലെങ്കിൽ മിസ് അയച്ചതിന് ശേഷം എഴുതുക. നിശാന, നിപുണ്, ബഹാദൂർ, സ്വീകാർ, ഹിന്ദുസ്ഥാൻ. ഇത്രയും വാക്കുകളാണ് അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ശരിയാക്കി എഴുതാനുള്ളത്. നെക്സ്റ്റ് ശരിയാക്കാനില്ലല്ലോ. എന്താണ്? ബഹാദൂർ എന്ന് പറഞ്ഞ വാക്കിലൊന്നും ശരിയാക്കാനില്ലല്ലോ. ബഹാദൂർ എന്നല്ല, ബഹാദൂർ എന്നല്ലേ വേണ്ടേ? ആ ശരി 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 ശരി. മുകളിലെ വാക്കുണ്ട്. ദൂർന്ന് വേണ്ട, ദുർന്നാക്കണത്. ബഹാദൂർ ദൂർന്ന് വരില്ല കേട്ടോ. ചെറിയൊരു സ്പെല്ലിങ്ങിന്റെ മിസ്റ്റേക്ക് ഉണ്ടാവില്ലു. നിങ്ങൾ അത് ആൻസർ ആക്കി എഴുതുമ്പോ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കി തരും. അതാണ് നിങ്ങളുടെ കഴിവ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിമ്നലിഖിത മുഹാവരോं का अर्थ लिखिए. താഴെ കൊടുക്കുന്ന മുഹാവരകള് പറഞ്ഞുള്ളത് അതിന്റെ മീനിങ് ശരിയായ ഹിന്ദി മീനിങ് എഴുതണം. ഫസ്റ്റ് അത് മിസ് ഞാൻ അയച്ചു തരും എഴുതിയിട്ട്. ആഗ് ബബൂല ഹോന. ആഗ് ബബൂല ഹോന എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ്, ഒരു ശൈലിയാണ്. ആ ശൈലിയുടെ മീനിങ് ആണ് എഴുതേണ്ടത്. ആഗ് ബബൂല ഹോന എന്ന് പറഞ്ഞാല് നല്ലവണ്ണം ദേഷ്യപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ആഗ് ബബൂല ഹോന. ബഹുത്ത് ഗുസ്സേമേ ഹോന. വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ മുഖമൊക്കെ ചുവന്നൊടുക്കുന്ന ഒരു അവസ്ഥയില്ലേ, കണ്ണൊക്കെ ചുവന്ന് ദേഷ്യം വരുന്ന, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആഗ് ബബൂല ഹോന. അതൊരു ശൈലിയാണ്. സെക്കൻഡ് വൺ ധാവാ ബോൽന. ധാവാ ബോൽന പറഞ്ഞാൽ എതിരിടുക, യുദ്ധം ചെയ്യുക, ഹംല കർണ. ഇപ്പൊ എഴുതണ്ട കേട്ടോ. കഹർദാന. കഹർദാന പറഞ്ഞാൽ ആക്രമിക്കുക എന്നാണ്. അത്യാചാർ കർണ. അത്യാചാർ കർണ ആക്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? കഹർ ധാന. അതുപോലെ ഖൂൻ കാ പ്യാസ. ഖൂൻ കാ പ്യാസ എന്ന് പറഞ്ഞാല് അതും ഒരു ശൈലി തന്നെയാണ്. അതിനെന്താണ് പറഞ്ഞത്? നമ്മള് ശത്രുക്കളെ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഖൂൻ കാ പ്യാസ. ദുഷ്മൻ ഹോന. ദുഷ്മൻ എന്ന് പറഞ്ഞാൽ ശത്രു, എനിമി. ശത്രു ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അതായത് ഖൂൻ കാ പ്യാസ, ദുഷ്മൻ ഹോന. അതുപോലെ കമർ കസ്ന. കമർ കസ്ന എന്ന് പറഞ്ഞാൽ അരക്കെട്ട് ഉറപ്പിക്കുക എന്നാണ് അതിന് ശരിയായ മീനിങ്. എന്താ അരക്കെട്ട് ഉറപ്പിക്കുക പറഞ്ഞാല്? അരക്ക് വലിയ കയറ് കെട്ടിട്ട് വലിച്ച് ഉറപ്പിക്കുന്നതിനല്ല. പിന്നെന്താണ്? കാം കർണേക്കോ തയ്യാർ ഹോന. എന്ത് ജോലിയും ചെയ്യാനുള്ള തയ്യാറെടുപ്പ് എടുക്കുക, അതിനാണ് നമ്മൾ അരക്കെട്ട് ഉറപ്പിക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് ബെൽത്തെല്ലാം വലിച്ച് മുറുക്കി ഇങ്ങനെ അയിഞ്ഞു വീഴുന്നതായിട്ട് ഇങ്ങനെ വലിച്ച് ഉറപ്പിക്കുന്നതിനല്ല. ഇപ്പൊ കമർ കസ്നാലിന്റെ മീനിങ് എന്താണ്? കാം കർണേക്കോ തയ്യാർ ഹോന. ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക, ഏത് ജോലി. ഓക്കെ, ഇതാണ് ആ ശൈലിന്റെ മീനിങ് വരിക. നെക്സ്റ്റ് ക്ലാസ് കഴിയാറായി, വേഗം മിസ് പറഞ്ഞുതരാം. ജലകാരി കേലിയെ 5 വിശേഷണ ശബ്ദ ലിഖിയെ. ജലകാരിക്ക് ചേരുന്ന 5 വിശേഷണ ശബ്ദങ്ങൾ ചേർത്തണം. ജലകാരിക്ക് ചേരുന്ന 5 വിശേഷണ ശബ്ദം. എന്താണ് വിശേഷണ ശബ്ദം? ഒരു പേരിനെയോ വസ്തുക്കളെയോ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിശേഷണ ശബ്ദം എന്ന് പറയാം. മനോഹരമായ പൂവ്,
നല്ല മാല, നല്ല, അത് മാലയെ വിശേഷിപ്പിച്ചാണ്. തണുത്ത വെള്ളം, ഠണ്ടാ പാനി, പാനി വെള്ളം, ഠണ്ട തണുത്ത, തണുത്ത വെള്ളം എന്നുള്ള ഠണ്ട എന്താണ്? വിശേഷണ ശബ്ദമാണ്. അപ്പൊ ഇവിടെ ജലകാരിയെ വിശേഷിപ്പിച്ച കുറച്ച് ശബ്ദങ്ങളുണ്ട്, വിശേഷണ ശബ്ദങ്ങൾ. അത് ഒരു 5 എണ്ണം, ഏറ്റവും കുറഞ്ഞ ഒരു 5 എണ്ണം എടുത്തിട്ട് ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ. നമുക്ക് പിന്നെ കണ്ടുപിടിച്ച് എഴുതാം ടെക്സ്റ്റ് നോക്കിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് കൈ ശബ്ദം കേലിയെ, പേജ് നമ്പർ 45. അതിലെല്ലാം കൊടുത്തിരിക്കുന്നത് 1 വേർഡ് ആണ്, വേർഡ് ഓഫ് മെനി വേർഡ്സ്. 1 വേർഡ്, അതായത് ഒരു സെന്റൻസിന് പറ്റുന്ന 1 വേർഡ് ശബ്ദമാണ് താഴെ കൊടുത്ത് നോക്കുക. അത് ഫുൾ അതാണ് 1 വേർഡ് കേട്ടോ. കൈ ശബ്ദോं के लिए जब एक शब्द का प्रयोग किया जाता है तो ऐसे शब्द को अनेक के लिए एक शब्द कहते हैं. അതായത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, അത് കുറെ ശബ്ദങ്ങൾ ഉപയോഗിച്ച് അതിന് വരുന്ന ഒറ്റ വാക്കിനാണ് നമ്മൾ എന്ത് പറയാ, 1 വേർഡ്, ഒറ്റപ്പദം എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ എവിടെ നോക്കുക, തോപ്പ് ചലാനേ വാല, തോപ്പ് ചലാനേ വാല, അതിനെ വിളിക്കുന്ന 1 വേർഡ് ആണ് എന്ത്, തോപ്ജി. ഉണ്ടോ? വീരനാരി എന്താണ്, വീരാംഗന. നല്ല ശക്തിശാലിയായ പെൺകുട്ടിയെ വിളിക്കുന്ന പേരാണ് എന്ത്, വീരാംഗന. നാരിയോം കി സേന, ഇവിടെ നാരിയ പെൺകുട്ടികളുടെ ആ സേനക്ക് ഒരു പേരുണ്ട്, എന്താണ് 1 വേർഡ്, നാരിവാഹിനി. ജിസ് സ്ഥാൻ പർ കിസി കാ ജന്മ ഹോ, ഏത് സ്ഥലത്താണോ ഒരാള് ജനിക്കുന്നത് നമ്മൾ അവിടെ എന്ത് പറയും, ജന്മസ്ഥാൻ, ജനനസ്ഥലം അല്ലേ, 1 വേർഡ്. ഏത് സ്ഥലത്താണ് നമ്മൾ ഒരാൾ ജനിക്കുന്നത് അവിടെ എന്താണ് പറയാന്ന്, ജന്മസ്ഥാൻ. ജിസ് മഹൽ മേ രാജാവ് റാണി രഹത്തെ ഹോ, ഏത് കൊട്ടാരത്തിലാണോ രാജാവും റാണിയും വസിക്കുന്നത് അതിനെ നമ്മൾ എന്ത് പറയും, രാജമഹൽ, രാജാവിന്റെ കൊട്ടാരം അല്ലെ, രാജമഹൽ പറയാറില്ലേ. അതുപോലെ ഇനി ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് എഴുതാൻ വേണ്ടി ബാക്കിയുള്ളത്, नीचे दिए गए अनेक शब्दों के लिए एक शब्द अध्यापक की सहायता से लिखिए. ഭാഗ്യം തന്നെ എന്താണ്, അധ്യാപകന്റെ സഹായത്തോടുകൂടി താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിന്റെ 1 വേർഡ് കണ്ടുപിടിച്ച് എഴുതുക എന്നാണ്. ഓക്കെ, അതില് ഫസ്റ്റ് എന്താണ്, ജോ ഈശ്വർ കി പൂജ കരേ, ആരാണോ ഈശ്വരനെ പൂജ ചെയ്യുന്നത്, ആരാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന ആളെ പേരെന്താണ്, സ്വാമിയാ അല്ല, പൂജാരി. അതിന്റെ 1 വേർഡ് എന്താണ്, പൂജാരി. നമ്മൾ അതിനെന്താ പറയുന്നത്, ബ്രാഹ്മണന്മാര് പൂജാരി എന്ന് പറയും. ആരാണോ ഈശ്വരനെ പൂജിക്കുന്നത് പറഞ്ഞാല് ഈശ്വരനെ പൂജ ചെയ്യുന്ന ഒരാള്, അവരുടെ പേര് പൂജാരി. എന്താ മോനെ, പൂജാരിക്ക് ഹിന്ദിയിൽ വേറെ വാക്കുണ്ടോ? ഇല്ലില്ല, പൂജാരി തന്നെയാണ് അതില്. അത് മിസ് അയച്ചുതരും, എഴുതി അയച്ചുതരും, തെറ്റ് എഴുതണ്ട, പൂജാരി. അതുപോലെ ബാക്കിയുള്ള താഴെയുള്ള എല്ലാ സെന്റൻസും അതുപോലെ 1 വേർഡ് എഴുതണം. ജോ ഈശ്വർ കോ ന പൂജെ, ആരാണോ ഈശ്വരനെ പൂജിക്കാത്തവൻ അവന്റെ പേര്.